എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഒരു അനുഭവമാണ് പങ്കുവെക്കുന്നത്. മഴയും വെള്ളമൊക്കെ നല്ലത് തന്നെ, പക്ഷെ അധികമായാൽ അത് ഭയങ്കര പ്രശ്നം തന്നെയാണ്. നമ്മളുടെ അനുഭവം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനത്തെയൊക്കെ അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഈ വീഡിയോയിൽ കാണിക്കുന്നത് നമ്മളെ വീടിൻ്റെ അടുത്ത് വെള്ളം കയറിയ ദിവസമാണ് കേട്ടോ. അതായത് വീടിൻ്റെ മുമ്പിൽ ഫുള്ളും വയലാണ്. പുഴയിൽ നിന്ന് കയറുന്ന വെള്ളം ഫുള്ളും നമ്മളെ വീടിൻ്റെ മുമ്പിലും അതുപോലെ റോഡിലൊക്കെ വന്ന് നിറഞ്ഞു കേട്ടോ. അങ്ങനെ ഒരവസ്ഥയായതുകൊണ്ട് നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്തൊരവസ്ഥയായി. രാവിലെ അച്ഛൻ പണിക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വെള്ളം അത്ര പ്രശ്നമില്ലായിരുന്നു. അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛന് വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതുപോലെ നമുക്ക് കറണ്ടില്ലായിരുന്നു ഒരു ദിവസം ഫുള്ളും. അപ്പോൾ നമ്മൾ അറിഞ്ഞു ഇങ്ങനെ വയനാട് ഉരുൾ പൊട്ടി എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീടും വയനാടാണല്ലോ. അപ്പോൾ എവിടെയാണ് പേരിയച്ചവരാണ് ഏത് ഭാഗത്താണെന്ന് അറിയാത്ത വല്ലാത്ത വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ നമുക്ക് പിന്നെ ഫോണിലാണെങ്കിൽ ചാർജ് ഇല്ലായിരുന്നു. അങ്ങനെയൊക്കെ വിഷമമായിപ്പോയി. ഒന്നും അറിയാൻ പറ്റാത്തത് കൊണ്ട് പിന്നെയാണ് അറിഞ്ഞത് അവിടെ പ്രശ്നം ഇല്ലയെന്ന്. അങ്ങനെ ഒരു സമാധാനമായി. ഇത് നമ്മളെ വീടിൻ്റെ മുമ്പിൽ ഈ റോഡ് വശത്ത് നിറച്ചും വെള്ളമാണ് കേട്ടോ. അപ്പം നമ്മളിത് കാണാൻ വന്നതാണ്. പെട്ടെന്നാണ് ഇങ്ങനൊരു വെള്ളം വന്നത്. അപ്പോൾ കിങ്ങുവിനെയും കൂട്ടിയിട്ടുണ്ടായിരുന്നു. കിങ്ങുവിന് പനി ശ്വാസം മുട്ടൽ വരുന്നതുകൊണ്ട് വെള്ളത്തിലിറക്കാനൊരു പേടി ഉണ്ടായിരുന്നു. ഇപ്പം ഇളയമ്മേൻ്റെ വീടിൻ്റെ മുമ്പിലാണ് കേട്ടോ നമ്മളുള്ളത്. ഈ ഭാഗം അധികം വെള്ളം കയറുന്നതാണ്, പക്ഷേ ഇപ്രാവശ്യം കയറൂലെന്ന് വിചാരിച്ചായിരുന്നു. പെട്ടെന്നാണ് രാവിലെ നോക്കുമ്പോൾ ഇതേപോലെ ഒരു വെള്ളം കെട്ട് വന്നത്. ഇതുള്ളത് ചങ്ങളായിയാണ് കേട്ടോ, കണ്ണൂർ. എന്നിട്ട് നമ്മുടെ ഫോണിൽ ചാർജില്ലായിരുന്നു. എന്നിട്ട് നമ്മൾ അപ്പുറത്തൊരു വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നു. ആ വീട്ടിലേക്ക് കൊടുത്തിട്ട് ചാർജ് ആക്കുന്നതാണ് കേട്ടോ ഫോണ്. അങ്ങനെയാണ് നമുക്ക് വീട്ടിലേക്കൊക്കെ വിളിക്കാൻ പറ്റിയത്. ഇങ്ങനത്തെ ഒക്കെ ഒരു അനുഭവം ആർക്കും വരാതിരിക്കട്ടെ. വയനാടെന്ന് കേൾക്കുമ്പോൾ തന്നെ വിഷമമാണ്. എൻ്റെ വീട്ടിലുള്ളവർ അവിടെയാണല്ലോ ഉള്ളത്. ആ ഒരു ആകുലതയായിരുന്നു എനിക്ക്. ഇതുണ്ട് നടന്നു വരുമ്പം തന്നെ അരക്കിപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മൾ ചാർജ് ഞാനും ഇളയമ്മയും കൂടെ അപ്പുറത്തെ വീട്ടിലേക്ക് കടന്നതാണ് കേട്ടോ. ചാർജ് ചെയ്യാൻ അവിടെ കറണ്ട് ഉണ്ടായിരുന്നുള്ളൂ. ആ ഭാഗത്ത് നിന്ന് നോക്കിയാൽ കാണാം കടൽ പോലെ വെള്ളം കയറിയിട്ട്. ഇതിന് അപ്പുറ ഭാഗത്തുള്ള വീട്ടുകാരൊക്കെ മാറി കേട്ടോ, താമസിക്കാൻ പറ്റാതെ. പശുക്കളും എല്ലാത്തിനെയും മാറ്റിയായിരുന്നു. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. ഏറ്റവും പേടി വീട്ടിലെ അവസ്ഥ ഓർത്തിട്ടായിരുന്നു. കാരണം ഫോൺ വിളിക്കാനുള്ള മാർഗം കൂടി ഇല്ലാണ്ടായി. ടി വി കൂടെ കാണാൻ പറ്റാതെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എവിടെയാണ് ഇഷ്യൂ എന്ന്. ശരിക്കും ഒരു ടെൻഷൻ അടുപ്പിച്ചൊരു ദിവസമായിരുന്നു അന്ന്. ഇനി ആർക്കും ഇങ്ങനത്തെ ഒക്കെ ദുരന്തം ഉണ്ടാവാതിരിക്കട്ടെ. നമുക്ക് എല്ലാ ജനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം വയനാട്ടിലെ. അപ്പോൾ ഇതാണ് നമ്മൾ റോഡ് കേട്ടോ. ഈ റോഡ് നിറയെ വെള്ളമാണ്. ഇതൊരു വയലായിരുന്നു. പുഴയിൽ നിന്ന് കയറുന്നതാണ് ഈ വെള്ളം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ.